അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലെ ഏറ്റവും പ്രസിദ്ധമായ വഖഫ് ഏതാ എന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ് സംഭവം. ഇസ്ലാമിലെ ഏറ്റവും ദീർഘകാലം നിലനിന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന 1400 വർഷത്തിലധികം പഴക്കമുള്ള വഖഫ് ഏതാന്ന് ചോദിച്ചാൽ അതും ഈ കാണുന്ന സംഭവമാണ്. ഞാനിപ്പോൾ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരം, അതേപോലെ മദീന യൂണിവേഴ്സിറ്റിയുടെയും അതേപോലെ വാദി അഖീഖിൻ്റെയും ഒക്കെ ഏകദേശം അടുത്തുള്ള ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത് ഒരു കിണറിൻ്റെ പേരിലാണ്. നമ്മളിൽ ഭൂരിപക്ഷം പേരും കേൾക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിണറാണ് എന്നുണ്ടെങ്കിലും പലർക്കും അത് നേരിട്ട് കാണാൻ കഴിയാത്ത ഒരു കിണർ കൂടിയാണ്. ഇന്നത്തെ നമ്മളെ യാത്ര ആരംഭിക്കുന്നത് ഒരു മനോഹരമായ റൗണ്ട് അബൌട്ടിൽ നിന്നാണ്. സത്യത്തിലൊരു പാർക്ക് പോലെ തോന്നുമെന്നുണ്ടെങ്കിലും ഒരു റൗണ്ട് അബൌട്ട് മാത്രമാണ് ഈ കാണുന്നത്. പക്ഷേ ധാരാളം പൂക്കളും ചെടികളും മറ്റുമൊക്കെ ഉള്ള ഒരു മനോഹരമായ റൗണ്ട് അബൌട്ടാണ്. അതേപോലെ ഇതിലേക്ക് കയറുന്നതിൻ്റെ ഗേറ്റുകളൊക്കെ അതിമനോഹരമായ രീതിയിൽ തന്നെ, അതായത് ഈ ഒരു ചെടികൾ തന്നെ വെട്ടിയുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ ഒരു ഗേറ്റൊക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ വ്യത്യസ്ത കളറിലുള്ള പൂക്കളും മറ്റുമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ തൊട്ട് ഈ ഒരു സൈഡിലായിട്ട്, അതായത് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോർഡ് കാണാം. ഈ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയുടെ പേര്. ഹൈ ബീർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര് തന്നെ. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണറിലേക്ക് ചേർത്തിയിട്ടാണ് ഈ ഒരു ഹൈ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് എന്ന്. അത് തന്നെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങുകയും ഇസ്ലാമിലേക്ക് വഖഫ് ചെയ്യുകയും ആ വഖഫ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വഖഫ് അല്ലെങ്കിൽ ഒരു കിണർ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ ഒരു കിണറിന് 2 പേരുകളാണുള്ളത്. ഒന്ന് ബീർ റൂമ കിണർ, അല്ലെങ്കിൽ ബീർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണർ എന്നിങ്ങനെയാണ് ചരിത്രത്തിൽ ഉടനീളം ഈ ഒരു കിണർ അറിയപ്പെടാറുള്ളത്. ഈ ഒരു കിണർ ഏത് കാലഘട്ടത്തിലാണ് കുഴിച്ചത്, ആരാണ് കുഴിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇമാം സുമുഹദി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറഞ്ഞതനുസരിച്ചിട്ട് മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളാണത്ര ഈ ഒരു കിണർ ആദ്യമായിട്ട് കുഴിച്ചത്. ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തബഖാത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, നിഅമൽ ഹുഫൈറത്തുൽ മുസ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളുടേതായിരുന്നു ഈ ഒരു കിണർ എന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞതായിട്ട് കാണാം. പിന്നീട് ഈ മുസൈന ഗോത്രക്കാരനിൽ നിന്ന് റൂമ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു കിണർ വാങ്ങുകയും പിന്നീട് ദീർഘകാലം ഈ റൂമയുടെ കയ്യിലായിരുന്നു ഈ ഒരു കിണറുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്തിയിട്ടാണ് ബീർ റൂമ എന്നുള്ള പേര് ഈ ഒരു കിണറിന് കിട്ടിയത്. ആ ഒരു റൂമ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു കിണർ വാങ്ങുന്നത്. പക്ഷേ ഈ റൂമ ആരാണ് എന്നുള്ളത് 2 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അഭിപ്രായ പ്രകാരം റൂമ എന്ന് പറയുന്നത് ഗിഫാരി ഗോത്രക്കാരനായിട്ടുള്ള ഒരു സഹാബിയായിരുന്നു എന്നുള്ളതാണ്. റൂമത്തുൽ ഗിഫാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബിയായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. അതല്ല, റൂമ എന്ന് പറയുന്നത് ഒരു യഹൂദിയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. റൂമ എന്ന് പറയുന്നത് റൂമത്തുൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു സഹാബിയാണ് എന്ന് പറയുന്നവർ അവലംബിക്കുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് തബ്രാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുഅ്ജമിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്, അൻ ബഷീർ അസ്സുലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. لما قدم المهاجرون المدينة استنكروا الماء وكان لرجل من بني غفار عين يقال لها روما وكان يبيع منها قربة بمود എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും മദീനയിലെത്തിയ സമയത്ത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. കാരണം മദീനയിൽ ഒരുപാട് കിണറുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും കുടിവെള്ളത്തിന് കുടിക്കാൻ പറ്റുന്ന വെള്ളം ഉണ്ടായിരുന്നത് ചില അപൂർവ കിണറുകളിൽ മാത്രമായിരുന്നു. ഇപ്പോൾ ഖുബാ പള്ളിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അത് ബീർ ഖർസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുടിപ്പിക്കാനൊക്കെ വെള്ളം എടുത്തു എന്ന് പറഞ്ഞാൽ ബീർ ഖർസിലായിരുന്നു ആ ഒരു ഭാഗത്ത് ഏറ്റവും നല്ല വെള്ളം ഉണ്ടായിരുന്നു, കുടിക്കാൻ പറ്റുന്ന ഉപ്പ് രുചി കുറവുള്ള വെള്ളം ഉണ്ടായിരുന്നത്. അതേപോലെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ അടുത്ത് ബീറുൽ ബുദാ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കിണറുണ്ടായിരുന്നു. അതേപോലെ പിന്നീട് ഉണ്ടായിരുന്ന ഈ ബീർ റൂമ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കിണറ്റിലായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കിണറിൻ്റെ ഒരു പ്രത്യേകത, മദീനയിൽ എവിടെ വെള്ളം വറ്റിയാലും ഈ ഒരു ബീർ റൂമയിൽ അങ്ങനെ വെള്ളം വറ്റാറില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ബീർ റൂമയുടെ വെള്ളം എന്ന് പറഞ്ഞത് സംസം വെള്ളത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രുചിയാണ്. ഇപ്പോഴും നമുക്ക് കുടിച്ചാൽ മനസ്സിലാവും, സംസം വെള്ളവും ഈ ഒരു കിണറ്റിലെ വെള്ളവും കുടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് സംസം വെള്ളത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വെള്ളമാണ് ഈ ഒരു റൂമ എന്ന് പറയുന്ന ഈ ഒരു കിണറ്റിലെ വെള്ളം. നമുക്കറിയാം, മുഹാജിരീങ്ങളായ സഹാബത്തൊക്കെ മദീനയിലേക്ക് എത്തിയ ഒരു രൂപം, അവരുടെ സ്വത്തും സമ്പാദ്യവും ഒക്കെ മക്കയിൽ വിട്ടെറിഞ്ഞിട്ട് വെറും കൈയോടെയായിരുന്നു അവരെല്ലാം മദീനയിലേക്ക് വന്നിരുന്നത്.
സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ഈ ഒരു റൂമാ കിണർ, ഇതിലെ വെള്ളം അവർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകുന്ന ഒരു വെള്ളമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റൂമത്തുൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു ഗിഫാർ ഗോത്രക്കാരനായ ഒരു സഹാബിയുടെ കയ്യിലായിരുന്നു ആ ഒരു സമയത്ത് ഈ ഒരു കിണറുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു വരുമാന മാർഗം കൂടിയായിരുന്നു ഈ ഒരു കിണർ. വക്കാന യബിഉ മിൻഹ ഖുർബത്തൻ ബി മുദ്, ഒരു മുദ് കാരക്കയോ അല്ലെങ്കിൽ ഗോതമ്പോ അതൊക്കെ വാങ്ങിയിട്ടായിരുന്നു അദ്ദേഹം നമ്മളെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുടം വെള്ളം കൊടുത്തിരുന്നത്. പക്ഷേ വെറും കൈയോടെ മദീനയിലെത്തിയ പല മുഹാജിറുകൾക്കും മറ്റൊന്നും അത്രത്തോളം എല്ലാ സമയത്തും അത്രത്തോളം കൊടുത്ത് വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റൂമത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിഅനീഹ ബിഐനിൻ ഫിൽ ജന്ന, അതായത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കിണറിന് പകരമായിട്ട് ആ ഒരു കിണർ എനിക്ക് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സമയത്ത് റൂമത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൈസ ലി വലി അയാലി ഗൈറഹ, അല്ലാഹുവിൻ്റെ റസൂലേ അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്കും എൻ്റെ കുട്ടികൾക്കും മറ്റൊരു ജീവിതമാർഗ്ഗമില്ല. ഇപ്പോൾ ബലഗദാലിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ ഒരു സംഭവം ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റൂമത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹും തമ്മിലുള്ള ഈ ഒരു സംസാരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉടനെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് ഫഷ്തറഹ ബി 35,000 ദിർഹം, അതായത് 35,000 ദിർഹം കൊടുത്തിട്ട് ഈ റൂമത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു കിണർ വാങ്ങി. എന്നിട്ട് നേരെ റസൂലുള്ളാഹി പിന്നെ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അതജഅലു ലി മിസ്ല അല്ലദി ജഅൽതു ലഹു ഐനൻ ഫിൽ ജന്ന ഇദ ഇശ്തറൈതുഹ, അതായത് അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ റൂമത്തുൽ ഗിഫാരിയോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതായത് ആ ഒരു കിണർ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ പകരം സ്വർഗത്തിൽ നിന്നുള്ള ഒരു കിണർ പകരം കൊടുക്കാമെന്ന്, അത് എനിക്കും കിട്ടുമോ? അതായത് ഞാൻ ആ കിണർ വാങ്ങി തന്നാൽ എനിക്കും ആ ഒരു സ്വർഗത്തിൽ നിന്നുള്ള കിണർ തരുമോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം, അതെ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫശ്തറൈതുഹ വജഅൽതുഹ ലിൽ മുസ്ലിമീൻ, ഞാൻ ആ കിണർ വാങ്ങിയിട്ടുണ്ട്, ഇതാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്യുന്നു. ഈ ഒരു ഹദീസ് ബഷീർ അൽ അസ്ലമി എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഹദീസ് പ്രകാരം റൂമ എന്ന് പറയുന്നത് റൂമത്തുൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു സഹാബിയായിരുന്നു എന്നും ആ ഒരു സഹാബിയിൽ നിന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു കിണർ വാങ്ങുകയും വഖഫ് ചെയ്യുകയും ചെയ്തത് എന്നാണ് ഏറ്റവും പ്രബലമായ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ റൂമ എന്ന് പറയുന്നത് ഒരു യഹൂദനായിരുന്നു എന്നും ഈ ഒരു റൂമ എന്ന് പറയുന്ന കിണർ ആ ഒരു യഹൂദൻ്റേതായിരുന്നു എന്നും പറയാറുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹി പോലെയുള്ളവരൊക്കെ ആ ഒരു ചരിത്രവും പറഞ്ഞതായിട്ട് കാണാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും ഒക്കെ മദീനയിലെത്തിയ സമയത്ത് കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സമയത്ത് റൂമ എന്ന് പറയുന്ന ഒരു യഹൂദൻ്റെ കയ്യിലായിരുന്നു ഈ ഒരു കിണറുണ്ടായിരുന്നത്. ആ ഒരു യഹൂദൻ നല്ല പൈസ വാങ്ങിയിട്ടായിരുന്നു വെള്ളം വിറ്റിരുന്നത്. അപ്പം പല സഹാബത്തിനും അത് വാങ്ങി കുടിക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, മൻ യശ്തരി ബി റൂമ ഫയകൂനു ദലുഹു ഫീ കദിലാഇൽ മുസ്ലിമീൻ, ആരാണ് ആ ഒരു കിണർ വാങ്ങുകയും മുസ്ലിങ്ങൾക്കായിട്ട് വഖഫ് ചെയ്യുകയും ചെയ്യുക, പിന്നെ ഒരു ഷർത്തും വെച്ചിരുന്നു എന്നാണ്. അതായത് ആ ഒരു വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഖഫ് ചെയ്ത ആൾക്ക് പിന്നെ ആ ഒരു കിണറ്റിൽ പ്രത്യേക അധികാരങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. അതായത് ദിലാഉഹു കദിലാഇൽ മുസ്ലിമീൻ, അതായത് മറ്റുള്ള മുസ്ലിങ്ങളെ എത്രയാണോ എടുക്കുന്നത് അത്ര വെള്ളം തന്നെ ആ വഖഫ് ചെയ്ത ആൾക്കും എടുക്കാൻ പാടുള്ളൂ എന്നുള്ള, അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് വഖഫ് ചെയ്യുക. വഖഫ് ചെയ്ത ആൾക്കും പിന്നീട് മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഒരേ അവകാശമായിരിക്കും പിന്നീട് ആ ഒരു കിണറിലുണ്ടാവുക. അങ്ങനെ ആരാണ് ആ ഒരു കിണർ വാങ്ങുക എന്ന് ചോദിച്ചപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരെ പോവുകയും ആ യഹൂദനെ കാണുകയും അവരെ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാലത്തും വെള്ളം പറ്റാത്ത നല്ല വരുമാന മാർഗ്ഗമുള്ള ആ ഒരു കിണർ വിൽക്കാൻ ആ ഒരു യഹൂദൻ തയ്യാറായിരുന്നില്ല. എങ്കിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെയും ശ്രമിച്ചതിൻ്റെ പേരിൽ അവസാനം ആ ഒരു കിണറിൻ്റെ പകുതി, നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ആ ഒരു കിണറിൻ്റെ പകുതി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിൽക്കാൻ ആ ഒരു യഹൂദൻ തയ്യാറായി. അങ്ങനെ 12,000 ദിനാർ സ്വന്തം പൈസയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഒരു കിണറിൻ്റെ പകുതി അവകാശം വാങ്ങിയത്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ആ ഒരു യഹൂദനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ഒരു ദിവസം ആ ഒരു യഹൂദൻ്റേതായിരിക്കും ആ ഒരു കിണർ, പിറ്റത്തെ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റേതായിരിക്കും. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ആ ഒരു കിണർ എല്ലാ മുസ്ലിങ്ങൾക്കുമായിട്ട് ഓപ്പൺ ചെയ്തു കൊടുക്കും. പക്ഷേ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ യഹൂദന് ഒരു കാര്യം മനസ്സിലാവും, തൻ്റെ വെറും പകുതി കിണർ 12,000 ദിനാറിന് വിറ്റ് വലിയ ലാഭത്തിലാണ് എന്ന് കരുതിയിരുന്ന ആ ഒരു കച്ചവടം വൻ അബദ്ധമായിരുന്നു എന്ന്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസങ്ങളിൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ ധാരാളം വരികയും ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുകയും പിറ്റത്തെ ദിവസം യഹൂദൻ്റെ ദിവസമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസത്തേക്കുള്ള വെള്ളം കൂടി ശേഖരിച്ചു വെക്കാനും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ യഹൂദൻ്റെ വെള്ളം ആരും വാങ്ങാതെയായി. ഏതായാലും അധികം വൈകാതെ തന്നെ ആ ഒരു യഹൂദനായിട്ടുള്ള റൂമ എന്ന് പറയുന്ന ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അഫ്സത്തു അലയ്യ റഖിയത്തി, നിങ്ങൾ എൻ്റെ കച്ചവടം ആകെ കൊളാക്കി, അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കി പകുതിയും കൂടി നിങ്ങൾ തന്നെ വാങ്ങിക്കോളി എന്ന് പറയുകയും അങ്ങനെ 12,000 ദിനാറിന് ആദ്യത്തെ പകുതിയും പിന്നീട് 8,000 ദിനാറിന് രണ്ടാമത്തെ പകുതിയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങുകയും അങ്ങനെ ആ കിണർ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുകയും ചെയ്തു.
അപ്പോൾ നമ്മൾ നടന്ന ഏകദേശം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണറൊക്കെ ഉള്ള ആ ഒരു തോട്ടത്തിൻ്റെ മുമ്പിലെത്തിയിട്ടാണത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടൂറിസം വകുപ്പ് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബീർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ആ ഒരു കിണറിനെ കുറിച്ചുള്ള ചെറിയ ഒരു ഡീറ്റെയിൽസ്, ചെറിയ ഒരു വിവരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. بئر قديمة كان يملكها رجل من قبيلة غفار اسمه روما وكان يبيع معه على المسلمين وكانت من عذاب مياه المدينة. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ സംഭവം തന്നെ, അതായത് മദീനയിലെ ഒരു പുരാതനമായ ഒരു കിണറായിരുന്നു, ഗിഫാർ ഗോത്രക്കാരനായ ഒരാളുടെ കയ്യിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതേപോലെ വെക്കാൻ ആദഭൂമിയാവും, അതായത് മദീനയിലെ തന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും കുടിക്കാൻ പറ്റുന്ന വെള്ളങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു റൂമ എന്ന് പറയുന്ന കിണർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണിത്. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു കിണർ അല്ലെങ്കിൽ റൂമ കിണർ ഉള്ള ഒരു കാരക്കത്തോട്ടത്തിൻ്റെ മുൻഭാഗത്തുള്ള ഒരു ബോർഡാണ് ഇത്. അപ്പം പലപ്പോഴും നമ്മൾ മദീനത്ത് വരുമ്പം റൂമ കിണർ അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കിണർ സിയാറത്ത് ചെയ്യാൻ വരിക എന്ന് പറയുമ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അടുത്ത് വരെ വരികയും ഈ ഒരു കാരക്കത്തോട്ടവും മറ്റവും കാണുകയും തിരിച്ചു പോവുകയും ചെയ്യുകയാണ് പതിവ്. കാരണം ഇത് ഈ ഒരു കിണറും ഈ ഒരു തോട്ടവും ഒക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചറൽ വകുപ്പിൻ്റെ കയ്യിലുള്ള ഒരു തോട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകാനും ആ ഒരു കിണർ കാണാനും ഒക്കെ പ്രത്യേകം പെർമിഷൻ എടുക്കണം. പണ്ട് കാലത്തൊക്കെ ഇത് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അഗ്രികൾച്ചർ വകുപ്പിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇതിനകത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെർമിഷൻ കിട്ടാറില്ല. ഈ ഒരു വാതിലിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് അങ്ങ് ഉഹദ് മല കാണാം. ആ ഉഹദ് മലയുടെയും അതേപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയാണ് വാദി അഖീഖ് ഒഴുകുന്നത്. അതായത് പഴയകാലത്ത് വാദി അഖീഖ് ഒഴുകിയിരുന്ന വഴിയാണ് ആ ഒരു പച്ചപ്പൊക്കെ കാണുന്ന ആ ഒരു ഭാഗം. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കിണറും ഈ ഒരു കിണറിൻ്റെ പരിസരത്തുള്ള ഈ ഒരു തോട്ടവും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും മദീനയുടെ ചരിത്രം എഴുതി വെച്ചിട്ടുള്ള ചരിത്രകാരന്മാർ ഇമാം സുമൂദി റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലെ, അതേപോലെ ഇമാം തബരി റഹ്മത്തുള്ളാഹി ഇബ്നു നജ്ജാർ, അതേപോലെയുള്ള എല്ലാ ചരിത്രകാരന്മാരും അവരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ഒരു കിണറുണ്ടായിരുന്നത് എന്ന് അവരുടെയൊക്കെ കിതാബുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ ആധുനിക സൗദി ഭരണകൂടം വരുന്നതിന് മുമ്പ് അതാത് കാലം മദീന ഭരിച്ചിരുന്ന പല ഒട്ടോമന്മാരെ പോലുള്ള പലരും ഈ ഒരു കിണറിനെ പരിഗണിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്തിരുന്നതായിട്ടും കാണാം. പിന്നീട് ആധുനിക സൗദി ഭരണകൂടം നിലവിൽ വരികയും അങ്ങനെ മദീനയും ഹിജാസും ഒക്കെ ആ ഒരു സൗദി അറേബ്യയുടെ ഭാഗമാവുകയും ചെയ്തതിന് ശേഷം ഈ ഒരു തോട്ടവും കിണറും ഒക്കെ വിസാറത്തുൽ ഔഖാഫിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇതൊരു വഖഫ് സ്വത്താണ് എന്നതുകൊണ്ടായിരിക്കാം അവരുടെ കയ്യിലായിരുന്നു വർഷങ്ങളോളം ഈ ഒരു തോട്ടവും കിണറും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കിണറിൻ്റെ അടുത്തെത്തിയിട്ടാണുള്ളത്. ഈ കാണുന്നതാണ് കിണർ. പക്ഷേ കിണർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല, കാരണം ഇരുമ്പിൻ്റെ മറ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കിണർ. കാരണം എപ്പോഴും ഇവിടെ ആളുണ്ടാവാൻ ജോലിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു കിണറ്റിൽ എന്തെങ്കിലും വീണിട്ടൊന്നും ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും കിണർ ഇരുമ്പിൻ്റെ ഒരു മൂടി വെച്ചിട്ട് മൂടിയിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം പഴയ കാലത്തെ കിണറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കിണറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു ബെയ്ത്തുൽ ബീർ എന്നൊക്കെ പറയും. അതായത് കിണറിൻ്റെ തന്നെ കിണറിലേക്ക് ഇറങ്ങാനും കുറച്ചുകൂടി അടുത്തേക്ക് പോകാനൊക്കെ ഉള്ള രീതിയിൽ ഒരു ചെറിയൊരു നിർമ്മാണം ഉണ്ടാവും. അതായത് കിണറ്റിലേക്ക് ഇറങ്ങാൻ കിണറ്റിൻ്റെ ഒരു സൈഡൊക്കെ ഇതേപോലെ കെട്ടിയിട്ട് കിണറിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകും. ഇതിന് ബെയ്ത്തുൽ ബീർ എന്നാണ് അറബിയിൽ പറയാം. അപ്പം അത്തരം ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരു പുരാതനമായ കെട്ടൊക്കെയാണ് ഈ ഒരു കിണറിന് കാണുന്നത്. അതായത് പഴയ കാലത്തെ കിണറുകളെ ഓർമ്മിപ്പിക്കുന്ന രീതി, അതായത് ഒരു കിണറുണ്ടാവും, പിന്നെ അതിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴി ഉണ്ടാവും, ഒരു ചെറിയൊരു റൂം പോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിനുണ്ട്. അതിലേക്ക് ഇറങ്ങാനുള്ള ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബീർ റൂമ അല്ലെങ്കിൽ ബീർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹപ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം പൈസ കൊണ്ട് വാങ്ങുകയും മുസ്ലിങ്ങൾക്കായിട്ട് വഖഫ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കിണർ. സത്യത്തിൽ ഞാൻ ഈ ഒരു കിണറിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം വല്ലാത്തൊരു ഇമോഷനിലാണ്. കാരണം 1400 വർഷം ഇങ്ങോട്ടേ പോയത് കാണുന്നില്ല. തൊട്ട് മുമ്പിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെടുകയും വാങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്തൊരു കിണർ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നു, കാണുന്നു, അങ്ങനെ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് വാങ്ങിയിട്ടുള്ള ഒരു കിണർ. പിന്നീട് പാവപ്പെട്ട മുഹാജിറുകളും അൻസാരികളൊക്കെ സന്തോഷത്തോടെ വന്ന് വെള്ളം കോരുന്നു, കുടിക്കുന്നു. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഈ ഒരു കിണർ കാണുമ്പം അത്തരം ഒരുപാട് ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു വല്ലാത്തൊരു റാഹത്താണ് ഈ ഒരു കിണറ്റിനടുത്ത് നിൽക്കുമ്പം അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കാലം മുതലേ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ബീർ ഉസ്മാൻ അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു കിണർ കാണാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് ഈ ഒരു കിണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കിണറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു ഖസാൻ, ഒരു വെള്ളത്തിൻ്റെ ഒരു ടാങ്കി നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളം പമ്പ് ചെയ്തിട്ട് നേരെ ഈ കാണുന്ന ഈ ഒരു ഷീറ്റിട്ടുള്ള ഈ ഒരു ഖസാനയിലേക്കാണ് ആദ്യം വരിക. എന്നിട്ട് ഇവിടെ നിറഞ്ഞതിന് ശേഷം ഇവിടെ നിന്നാണ് ഈ ഒരു കാരക്കത്തോട്ടത്തിലേക്കും മറ്റുമൊക്കെ ഉള്ള എല്ലാ ഭാഗത്തേക്കും പോവുക. ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഇതുവരെ മോട്ടോർ ഓൺ ആക്കിയിട്ടില്ല. അപ്പം ഇപ്പോൾ ടാങ്കിൽ ഫുള്ള് വെള്ളമുണ്ട്. ദീർഘകാലം വിസാറത്തുൽ ഔഖാഫിൻ്റെ കീഴിലായിരുന്ന ഈ ഒരു കിണറും പരിസരമൊക്കെ പിന്നീട് ഇവിടുത്തെ അഗ്രികൾച്ചറൽ വകുപ്പ് ഏറ്റെടുത്തതിൻ്റെ ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഒരു മസ്റഅയും മറ്റുമൊക്കെ മാറിയത്.
അതുപോലെ തന്നെ ഈ ഒരു കിണറിൻ്റെയും ഈ ഒരു ടാങ്കിൻ്റെയും ഒക്കെ പരിസരത്ത് ഒരു പുരാതനമായിട്ടുള്ള ഒരു പള്ളി കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസാറത്തുൽ ഔഖാഫിൻ്റെ കീഴിലായിരുന്ന സമയത്ത് ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ഇതിൻ്റെ ഈ ഒരു കിണറിൻ്റെ ചുറ്റുവട്ടത്ത് താമസിച്ചിരുന്നവരൊക്കെ ഇവിടെ നിന്നിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സൗദിയിലെ അഗ്രികൾച്ചറൽ വകുപ്പ് ഈ ഒരു തോട്ടവും കിണറും ഒക്കെ ഏറ്റെടുക്കുകയും അതിൻ്റെ ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ഒരു മസ്റ ഒക്കെ മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ വകുപ്പ് ഏറ്റെടുത്തതിൻ്റെ ശേഷമാണ് ഒരു സാധാരണ കിണറായിട്ട് നിന്നിരുന്ന ഈ ഒരു കിണറ്റിൽ പിന്നീട് ഒരു കുയൽ കിണർ 1989 അവരുടെ രേഖ അനുസരിച്ച് 1989 ഹിജ്റ 1409 പിന്നീട് ഇതിൻ്റെ അകത്തൊരു കുയൽ കിണർ കുഴിക്കുകയും 35 മീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അതിൻ്റെ അകത്ത് ഒരു കുയൽ കിണർ കുഴിച്ചിട്ട് അതിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കിണർ നേരിട്ട് ഉപയോഗിക്കുന്നില്ല, നേരെ മറിച്ച് ആ ഒരു കിണറ്റിലുള്ള കുയൽ കിണറിൽ നിന്നാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നത്. ആ ഒരു വെള്ളം കൊണ്ടാണ് ഏകദേശം ഈ ഒരു കിണറിൻ്റെ ചുറ്റുവട്ടത്തുള്ള തോട്ടത്തിൽ ഏകദേശം 20,000-ഓളം കാരക്ക മരങ്ങളും അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലായിടത്തേക്കും നമുക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ഏതായാലും ഈ ഒരു തോട്ടത്തിൽ നിന്നുള്ള വരുമാനവും മറ്റുമൊക്കെ മദീനയിലെ പാവപ്പെട്ടവർക്കും യതീം കുട്ടികൾക്കും മറ്റുമൊക്കെയാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ബാക്കി വരുന്നതൊക്കെ ഈ ഒരു കിണറ്റിൻ്റെ പേരിൽ തന്നെ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത്രയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബിയർ റൂമിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു കിണർ വാങ്ങിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷർത്ത് വെച്ചിരുന്നു ദിലാഉഹു കദിലാഇൽ മുസ്ലിമീൻ. അതായത് വാങ്ങി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക എന്തെങ്കിലും അവകാശമോ മറ്റൊന്നും ഈ ഒരു കിണറിൽ ഉണ്ടാവാനും പാടില്ല. അതായത് മറ്റുള്ള മുസ്ലിങ്ങൾ എത്ര എടുക്കുന്നോ അത്ര മാത്രമേ ആ വാങ്ങിയ ആളും എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഷർത്ത് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴൊക്കെ മറ്റുള്ള മുസ്ലിങ്ങൾ എടുക്കുന്നതിലും കുറച്ചിട്ടായിരുന്നു അത്ര ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം കോരിയിരുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ ഒരു വാക്കിൽ കൂടി പോവോ എന്ന് പേടിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ഒരു കോരി കോരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അതിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചിട്ടായിരുന്നു അത്രേ കോരിയിരുന്നത്. അതായത് മറ്റുള്ള മുസ്ലിങ്ങളുടെ എടുക്കുന്ന അത്രതേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കൂടി പോകുമെന്ന് പേടിച്ചിട്ട് കുറച്ച് മാത്രമായിരുന്നു അത്ര ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുക്കാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞതായിട്ട് കാണാം, ഇഷ്തറ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജന്ന മർറത്തൈൻ عندما جهز جيش العسرة وعندما اشترى بئر رومة. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് സ്വർഗം പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് ഒന്ന് തബൂക്ക് യുദ്ധത്തിന് പോകുന്ന ആ ഒരു സൈന്യത്തിന് വേണ്ടി ചെലവഴിച്ച സമയത്തും, രണ്ടാമത് ഈ ഒരു ബിയർ റൂമ നമ്മളിപ്പോൾ കണ്ട ആ ഒരു കിണർ വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടും സ്വർഗം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.